കൃഷ്ണപിള്ള. എറണാകുളം ജില്ലയിൽ ഇടപ്പള്ളിയിലാണ് ജന്മദേശം. ചങ്ങമ്പുഴ തറവാട്ടിലെ ശ്രീമതി പാറുക്കുട്ടിയമ്മയാണ് മാതാവ്. തെക്കേടത്ത് വീട്ടിൽ രാമൻ മേനോനാണ് പിതാവ്. ഇദ്ദേഹം 1911 ജനിച്ച് 1948 മരണപ്പെട്ടു. ഇടപ്പള്ളി മലയാളം പ്രൈമറി സ്കൂൾ, ശ്രീകൃഷ്ണവിലാസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ, ആലുവ സെന്റ് മേരീസ് സ്കൂൾ, എറണാകുളം സർക്കാർ സ്കൂൾ, സെന്റ് ആൽബർട്ട് സ്കൂൾ എന്നിവിടങ്ങളിൽ അധ്യയനം നടത്തി. അദ്ദേഹം ഹൈസ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കി. ഹൈസ്കൂൾ വിദ്യാഭ്യാസം അവസാനിച്ച കാലത്താണ് അദ്ദേഹത്തിൻ്റെ സുഹൃത്തും ഇടപ്പള്ളി പ്രസ്ഥാനത്തിൻ്റെ ജനയിതാക്കളിൽ ഒരാളും കവിയുമായ ഇടപ്പള്ളി രാഘവൻ പിള്ള ആത്മഹത്യ ചെയ്തത്. ഈ സംഭവം അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ അഗാധമായി സ്പർശിച്ചു. അങ്ങനെ ഉടലെടുത്ത ഒരു വിലാപ കാവ്യമാണ് രമണൻ. ഈ സംഭവം അദ്ദേഹത്തെ ഈ കവിത എഴുതാനും കൂടുതൽ പ്രശസ്തിയിലേക്ക് എത്തിക്കാനും വഴിതെളിച്ചു. ആ കൃതി മലയാളത്തിൽ അതിപ്രശസ്തമായി തീർന്നു. എറണാകുളം മഹാരാജാസ് കോളേജിലും തുടർന്ന് തിരുവനന്തപുരം ആർട്സ് കോളേജിലും പഠിച്ച് അദ്ദേഹം ഓണേഴ്സ് ബിരുദം നേടി. മഹാരാജാസ് കോളേജിൽ പഠിക്കുന്ന കാലത്ത് തന്നെ ചങ്ങമ്പുഴ പ്രശസ്തനായ കവിയായിരുന്നു. പല പ്രസിദ്ധ കൃതികളും അന്ന് പുറത്തു വന്നിരുന്നു. ഇതിൽ പ്രധാനപ്പെട്ട കൃതികളാണ് രമണൻ, വാഴക്കുല, ദിവ്യഗീതം, ദേവഗീത, ബാഷ്പാഞ്ജലി, രക്തപുഷ്പങ്ങൾ. അങ്ങനെ ഒട്ടേറെ കവിതകൾ അദ്ദേഹത്തിൻ്റെതായിട്ടുണ്ട്. നമുക്ക് ചങ്ങമ്പുഴയുടെ കാവ്യനർത്തകി എന്ന കവിതയിലെ ആശയം നോക്കാം. കനകച്ചീലങ്ക കിലുങ്ങി കിലുങ്ങി, കാഞ്ചന കാഞ്ചി കുലുങ്ങി കുലുങ്ങി, കടമേഴിക്കോണുകളിൽ സ്വപ്നം മയങ്ങി, കതിരൂതിർപ്പൂ പുഞ്ചിരി ചെഞ്ചുണ്ടിൽ തങ്ങി. അപ്പം എന്താണ് ഇവിടെ പറയുന്നത് നോക്കാം. ഇവിടെ കാവ്യനർത്തകി എന്ന ഈ കവിതയിൽ പേരിൽ തന്നെ എന്തുണ്ട്? കാവ്യനർത്തകി. അതായത് കവിതയെ ഒരു നർത്തകിയായിട്ടാണ് കവി കാണുന്നത്. കവിതയെ കൊണ്ട് നൃത്തം ചെയ്യിക്കുകയാണ് ഇവിടെ. അതിൻ്റെ ആസ്വാദനം ആ നർത്തകിയുടെ, അതായത് കവിതയെ ഒരു സുന്ദരിയായ യുവതി നൃത്തം ചെയ്യുന്ന ആ ഒരു രംഗങ്ങൾ നമുക്ക് നോക്കാം. കനകച്ചിലങ്ക കിലുങ്ങി കിലുങ്ങി. എങ്ങനെയാണ് കനകച്ചിലങ്ക? നർത്തകിമാർക്കൊക്കെ എന്തുണ്ടാവും? ചിലങ്ക കെട്ടും കാലിലേ. അപ്പം അങ്ങനെ കനകച്ചിലങ്ക കിലുങ്ങി കിലുങ്ങി, കാഞ്ചന കാഞ്ചി കുലുങ്ങി കുലുങ്ങി. അപ്പം അങ്ങനെ നൃത്തം ചെയ്തുകൊണ്ട് വരികയാണ് നമ്മുടെ മുന്നിലേക്ക് ആര്? കാവ്യ നർത്തകി. കടമിഴിക്കോണുകളിൽ സ്വപ്നം മയങ്ങി, കതിരുതിർ പൂപ്പുഞ്ചിരി ചെഞ്ചുണ്ടിൽ തങ്ങി. അങ്ങനെ നല്ല സ്വപ്ന സുന്ദരിയായി കടമിഴിക്കോണുകളിൽ മനസ്സിൽ സ്വപ്നം മയക്കിക്കൊണ്ട് കതിരുതിർ പൂപ്പുഞ്ചിരി ചെഞ്ചുണ്ടിൽ തങ്ങി. ചുണ്ടിലൊരു നല്ല പുഞ്ചിരിയുമായാണ് ആര് നമ്മുടെ മുന്നിലേക്ക് വരുന്നത്? കാവ്യനർത്തകി. ഒഴുകുമുടയാടയിൽ ഒളിയലകൾ ചിന്നി, അഴകൊരുടലാർന്ന പോലെ അങ്ങനെ മിന്നി. അപ്പോൾ കാവ്യനർത്തകിയുടെ ആ രൂപസാദൃശ്യം, വസ്ത്രധാരണത്തെയൊക്കെയാണ് കവി വർണ്ണിക്കുന്നത്. നൃത്തം ചെയ്യുന്ന സ്ത്രീകൾ നല്ല ഞൊറിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുള്ള നല്ല ഭംഗിയുള്ള എന്താണ് ധരിക്കുക? ആ നൃത്തത്തിന് യോജിച്ച തരത്തിലുള്ള വസ്ത്രമായിരിക്കും. അതാണ് ഒഴുകുമുടയാടയിൽ ഒളിയലകൾ ചിന്നി. നൃത്തത്തിന് ആ യോജിച്ച വസ്ത്രത്തോടുകൂടി അഴകൊരുടലാർന്ന പോലെ അങ്ങനെ മിന്നി. നല്ല ഭംഗിയിൽ ഇങ്ങനെ ആഭരണങ്ങളും ഒക്കെ ധരിച്ചിട്ടുണ്ടാവുമല്ലോ. നല്ല സുന്ദരിയായിട്ടാണ് ആര് നമ്മുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്? കാവ്യ നർത്തകി. മതിമോഹന ശുഭനർത്തനമാടുന്നൈ മഹിതേ, മമ മുന്നിൽ നിന്നു നീ മലയാള കവിതേ. അപ്പോൾ മതിമോഹന ശുഭനർത്തന മാടുന്നൈ മഹിതേ, അതായത് നല്ല മതി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ബുദ്ധിമതിയായ. മോഹന ശുഭനർത്തനമാടുന്നൈ മഹിതേ, നല്ല മനോഹരമായ നൃത്തം ആടുന്നവളെ. മമ മുന്നിൽ നിന്നു നീ മലയാള കവിതേ, മലയാള കവിതയാകുന്ന സുന്ദരി, നീ എൻ്റെ മുന്നിൽ എങ്ങനെ നിൽക്കുകയാണ്? നല്ല ബുദ്ധി ഉണർത്തുന്ന രീതിയിൽ. എൻ്റെ മമ എന്ന് പറഞ്ഞാൽ എൻ്റെ മുന്നിൽ ഇങ്ങനെ വന്ന് നൃത്തം ചെയ്ത് നിൽക്കുകയല്ലേ. 1000 സ്വർഗങ്ങൾ സ്വപ്നവുമായെത്തി, മായികയെ നീ നടനം നടത്തി. അപ്പോൾ കാവ്യങ്ങളായാലും നൃത്തങ്ങളായാലും ഒക്കെ നമ്മുടെ മുന്നിൽ നമ്മളത് ആസ്വദിക്കുന്ന സമയത്ത് നമ്മെ നല്ല ഒരു ലോകത്തേക്ക് സുന്ദരമായ ഭാവനയിലേക്കൊക്കെ നമ്മെ ഓരോരുത്തരെയും എന്ത് ചെയ്യാറുണ്ട്? കൂട്ടിക്കൊണ്ടു പോകാറുണ്ട്. അപ്പം 1000 സ്വർഗങ്ങൾ സ്വപ്നവുമായെത്തി, മായികയെ നീ നടനം നടത്തി. അങ്ങനെ നല്ല സ്വപ്നങ്ങൾ ഇങ്ങനെ മുന്നിൽ നിർത്തിക്കൊണ്ട് നീ നിൻ്റെ നൃത്തം തുടർന്നു കൊണ്ടിരിക്കുകയല്ലേ.
പുഞ്ചിരി പെയ്തു പെയ്താടു നീ ലളിതേ തുഞ്ചന്റെ തത്തയെ കൊഞ്ചിച്ച കവിത. ഇനി ഈ കവിതയെക്കുറിച്ച് വർണ്ണിക്കുകയാണെങ്കിൽ ഈ കവിത എന്ന് പറയുന്ന ഒരു എന്താ പറയുക, മലയാള ഭാഷയിൽ കവിത ഉണ്ടായതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് പറയാനുണ്ട്. ആദ്യം തന്നെ കവിതയ്ക്ക് ഒരു പ്രത്യേക ഭാഷയോ ഒന്നും ഉണ്ടായിരുന്നില്ല അല്ലേ. അപ്പോൾ ആ ഒരു പണ്ട് കാലത്ത് തന്നെ എന്താണ് തുഞ്ചന്റെ തത്തയെ കൊഞ്ചിച്ച്, അപ്പോൾ കിളികളെ കൊണ്ട് പറയിക്കുന്ന രീതിയിലും അതുപോലെ സ്തുതികൾ, അതായത് ഓരോ ദൈവത്തെയൊക്കെ സ്തുതിച്ചുകൊണ്ടുള്ള കവിതകളൊക്കെയാണ് മുമ്പ് കാലത്തൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്, തുഞ്ചന്റെ തത്തയെ കൊഞ്ചിച്ച കഥ. തുഞ്ചൻ പറമ്പ് നമുക്കെല്ലാം അറിയാം, തുഞ്ചന്റെ തത്തയെ കൊഞ്ചിച്ച കവിത. പിന്നെന്താ, അഞ്ചിക്കുഴഞ്ഞഴിഞ്ഞാടുഗുണമിളിതേ കുഞ്ചന്റെ തുള്ളലിൽ മണി കെട്ടിയ കവിത. അതുപോലെ കുഞ്ചൻ നമ്പ്യാരെ കുറിച്ച് നമുക്ക് കൂടുതലായിട്ട് അറിയാം അല്ലേ. അതായത് തുള്ളൽ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ്. കവിതയ്ക്ക് വേറിട്ടൊരു എന്താ പറയുക, ഈണവും താളവും അതേപോലെ കണ്ടിരിക്കാനുള്ള മനോഹരമായ ഒരു നൃത്ത ചുവടുകളോട് കൂടിയുള്ള ഒരു കാവ്യരീതിയാണ് എന്ത്, കുഞ്ചന്റെ തുള്ളലില്ലേ. അപ്പോൾ എന്താ, അഞ്ചിക്കുഴഞ്ഞഴിഞ്ഞാടു ഗുണമിളിതേ കുഞ്ചന്റെ തുള്ളലിൽ മണി കൊട്ടിയ കവിതേ. അപ്പം കുഞ്ചന്റെ ഈ തുള്ളലിനനുസരിച്ച് ഇങ്ങനെ മണി കൊട്ടിയ കവിതയെ, മണി കൊട്ടിയ ആളാണ് ആര്, കവിത എന്നൊക്കെയാണ് കവി ഇവിടെ ഉപമിക്കുന്നതിലെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പല മാതിരി പല ഭാഷകൾ പല ഭൂഷകൾ കെട്ടി പാടിയും ആടിയും പല ചേഷ്ടകൾ കാട്ടി. അപ്പം നൃത്തം ചെയ്യുന്ന ഈ സുന്ദരി, കവിതയാകുന്ന സുന്ദരി എന്തൊക്കെ ചെയ്യുന്നുണ്ട്, പല മാതിരി പല ഭാഷകൾ പല ഭൂഷകൾ കെട്ടി, പല ഭാഷയിലും പല ഭൂഷയിലും അല്ലേ, ഭൂഷ എന്ന് പറഞ്ഞാൽ അലങ്കാരം, കെട്ടി പാടിയും ആടിയും പല ചേഷ്ടകൾ കാട്ടി. വിഭ്രമ വിഷവിത്തു വിതക്കിലും ഹൃദിമേ വിസ്മരിക്കില്ല ഞാൻ നിന്നെ സുരസുഷമേ. ഇനി കവി പറയാണ് ആരോട്, ഈ കവിതയാവുന്ന നർത്തകിയോട് പറയാണ്, വിഭ്രമ വിഷവിത്ത് വിതക്കിലും ഹൃദിമേ. പിന്നെന്താ, വിഭ്രമ വിഷവിത്ത് വിതക്കിലും ഹൃദിമേ വിസ്മരിക്കില്ല ഞാൻ നിന്നെ എന്താണ്, ആരെങ്കിലും നിന്നെ ആകർഷിച്ച് വശത്താക്കിയാലും വിസ്മരിക്കില്ല ഞാൻ നിന്നെ സുരസുഷമേ. അതായത് നിന്നെ ഞാൻ ഒരിക്കലും മറക്കില്ല, എനിക്ക് മറക്കാൻ കഴിയില്ല എന്നാണ് കാവ്യത്തോട് പറയുന്നത്. തവതല മുടിയിൽ നിന്നൊരു നാരു പോലും തരികന്നെ തഴുകട്ടെ പെരുമയും പേരും. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്, തവ തല മുടിയിൽ നിന്നൊരു നാരു പോലും. തവ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം, തവതല മുടിയിൽ നിന്നൊരു നാരു പോലും തരികന്നെ തഴുകട്ടെ പെരുമയും പേരുന്ന. അപ്പം എന്താണ് തവ എന്ന് വെച്ചാൽ ഇവിടെ മലയാള ഭാഷയെ തന്നെയാണ് പറയുന്നത്. മലയാള ഭാഷയുടെ പദോൽപത്തിയും, അതായത് മലയാളത്തിൻ്റെ ഏതൊരു വരി എടുത്താൽ പോലും നമുക്കെന്താണ് അതിൽ നിന്നും പെരുമയും പേരും അർത്ഥവും ഒക്കെ കിട്ടുന്നുള്ള. അതായത് മലയാള ഭാഷ അത്രയ്ക്കും ഉന്നതിയിലാണ്. പിന്നെ പോകുന്നോ നിന്നൃത്തം നിർത്തി നീ ദേവി, അയ്യോ പോവല്ലേ 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 ദേവി. അതായത് ഒരു നൃത്തം തുടങ്ങിക്കഴിഞ്ഞാൽ എന്തുണ്ടാവും, അത് അവസാനിക്കുമല്ലോ. അപ്പോൾ ഇവിടെ ഏകദേശം എന്താണ്, നമ്മുടെ മലയാള ഭാഷ നൃത്തം അവസാനിപ്പിക്കാൻ പോകുമ്പോൾ കവിക്കുണ്ടാവുന്ന ആ ഒരു വിഷമമാണ് ഇവിടെ പറയുന്നത്. എന്താ, പോകുന്നോ നീ നൃത്തം നിർത്തി നീ ദേവി. അതായത് ദേവി എന്ന് പറഞ്ഞാൽ ഒരു ദൈവികമായ ഒരു ദേവിയായിട്ടാണ് ആർക്ക് തോന്നുന്നത്, ഇവിടെ കവിക്ക് കവിതയെ തോന്നുന്നത്. അയ്യോ പോവല്ലേ 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 ദേവി, നീ പോവുകയാണോ, പോവല്ലേ എന്നാണ് ആരിവിടെ പറയുന്നത്, വിഷമത്തോടുകൂടി കവി പറയുന്നത് അല്ലേ. അതായത് മലയാള ഭാഷയെക്കുറിച്ച് കവി ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈ കവിതയിലൂടെ പറഞ്ഞു തന്നിരിക്കുകയാണ്. എത്ര കാലം കഴിഞ്ഞാലും മലയാള ഭാഷയും മലയാള ഭാഷയിലെ കവിതകളും എന്നും എന്താണ് പ്രൗഢിയോടെ തന്നെ നിലനിൽക്കും എന്ന ഒരു ആശയം കൂടിയാണ് ഈ കവിതയിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്.